ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു, അതുപോലെ തന്നെ പ്രതിഷേധിച്ചു, ആക്രമിച്ചു, കൈ തിരിച്ചു, അതുപോലെ കഴുത്ത് ക്ഷതം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ തന്നെയായിരുന്നു ഫുള്ള് എല്ലാ മീഡിയയിലും എല്ലാ സോഷ്യലിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷേ ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പം എനിക്കങ്ങനെ തോന്നിയില്ല. അതായത് എനിക്കങ്ങനെ മന്ത്രിയെ പോയി ആക്രമിക്കുക, അല്ലെങ്കിൽ മന്ത്രിയുടെ കൈ പിടിച്ച് തിരിക്കുക, അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഓടിക്കുക, അല്ലെങ്കിൽ ക്ഷതം പറ്റുക എന്ന രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല. മന്ത്രി ഗൺമാൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള അത്രയും 10-25ഓളം പോലീസുകാരും എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ ഈ 2 KSU പ്രവർത്തകരെ കരിങ്കൊടിയുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഈ കയറി ചെല്ലുമ്പോൾ തന്നെ പോലീസ് എല്ലാവരും കൂടിയിട്ട് ഈ 2 KSU പ്രവർത്തകരെ പിടിച്ച് നിർത്തുകയാണ്. ഈ പിടിച്ച് നിർത്തുന്നതിനിടയിൽ വീണ ജോർജ് എന്ന് പറയുന്നത്, അതായത് മന്ത്രി എന്ത് ചെയ്യാണ്, ഇവരുടെ മുമ്പിലേക്ക് ചാടി ഭയങ്കര രീതിയിൽ ആക്രോശിച്ചിട്ടുള്ള രീതിയിലുള്ള ഭയങ്കര രീതിയിലുള്ള ഒരു സംസാരങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് അല്ലേ. ഇനി ഇതൊക്കെ പോട്ടെ, മന്ത്രി വീണ ജോർജിനെതിരെ അവരെന്ത് ചെയ്തു, ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, വയ്യ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇതായി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പെയിനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സ്പോട്ടിൽ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റുള്ള അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യുക വേണ്ടത്. അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതുണ്ടായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ സ്പീക്കർ ഉണ്ടായിരുന്നു, സ്പീക്കറിൻ്റെ അവിടെ നിന്നാണ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നതും എനിക്ക് കഴുത്തിന് വേദനയുണ്ട്, എൻ്റെ കയ്യിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ. അവിടെ നിന്നാണ് പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും അവിടെ നിന്ന് പിന്നീട് ICUയിലേക്ക് മാറ്റുന്നതൊക്കെ. ഇപ്പം ന്യൂസുകൾ വരുന്നത് എന്താണ്, MRI സ്കാനിങ്, അതുപോലെ മറ്റുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ എടുക്കണം എന്ന് പറയുന്നത് അല്ലേ. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇത്രയും നാടകം കളിക്കേണ്ട ആവശ്യം എന്തിനായിരുന്നു? നമുക്കൊരാൾക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിലാണ് ഇതിനൊക്കെ ചികിത്സ നേടുക. അതെല്ലാം കഴിഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ആ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്നൊരു കാര്യം അതാണ്.